Hi, welcome to Entry. SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നമുക്ക് നല്ലൊരു ഹ്യൂജ് വേക്കൻസിക്ക് ആണ് വിളിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 17,700+ വേക്കൻസി, ഓൾമോസ്റ്റ് 18,000 എന്ന് പറയാം. ആ ഒരു 18,000 വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു SSC CGL എക്സാമിൻ്റെ പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ഒരു സിലബസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സിലബസ് എന്താണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും, അതേപോലെ തന്നെ SSC CGL നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ആ ഒരു SSC CGL നോട്ടിഫിക്കേഷൻ്റെ അകത്ത് നമുക്ക് കൊടുക്കുന്ന ആ ഒരു സിലബസ് അത് അത്യാവശ്യം ഒരു പാരഗ്രാഫ് ഫോമിൽ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു പ്രോപ്പർ ലിസ്റ്റഡ് ഫോമിലോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ചാപ്റ്റർ ഫോമിലോ അല്ല കൊടുത്തിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് എന്താ പറയുക, നമുക്ക് കുറച്ച് മിക്സ് ആയിട്ട് കുറേ ഒരു വലിയൊരു പാരഗ്രാഫ് പോലാണ് എല്ലാ സബ്ജക്റ്റിനെയും കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു പാരഗ്രാഫിനെ കുറച്ചുകൂടി ഒന്ന് സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ലിസ്റ്റ് ആക്കിയാണ് ഈ ഒരു സെഷനിൽ നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് അത് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടോപ്പിക്കിൻ്റെ ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എടുക്കാം, നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ് നോട്ട് ചെയ്യാം. എന്നിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോരോ ചാപ്റ്ററായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയും ഓരോ ചാപ്റ്ററിൽ എത്ര ക്വസ്റ്റൻസ് വരും എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ തന്നെ നിങ്ങളത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് തീർന്നു, ഏതൊക്കെ ചാപ്റ്റർ ഇനി ബാക്കിയുണ്ട്, എന്താണ് ആ ഓരോ ചാപ്റ്റേഴ്സ് എന്തെങ്കിലും പുതുതുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ക്ലിയർലി മനസ്സിലാക്കാനും അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഡയറക്റ്റ്ലി അതിലേക്ക് പോകാം. അപ്പോൾ SSC CGL എക്സാമിനേഷൻ്റെ ആ ഒരു പാറ്റേൺ നിങ്ങൾക്കറിയാം. നമുക്കവിടെ മെയിൻലി Tier 1 എന്ന് പറയുമ്പോൾ 4 സബ്ജക്റ്റാണ് നമുക്ക് Tier 1 അകത്ത് വരുന്നത്. അപ്പോൾ എക്സാം നടക്കാൻ പോകുന്ന സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ്. സോ നമുക്ക് അത്യാവശ്യം ഇനി ഒരു 3 months ടൈം എന്തായാലും നമുക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ടോപ്പിക്സിനെയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു 3 മാസത്തിൻ്റെ അകത്ത് നമുക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ആ Tier 1 വരുന്ന ഏരിയാസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ഏരിയാസ് ആണ് വരുന്നത്. റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവയർനെസ്. ഈ ഒരു 4 ഏരിയ ആണ് നമുക്ക് എക്സാംസിൽ ചോദിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് ഒരു 10th ലെവൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ ചോദിക്കുന്നത് എന്ന് പറയാം. നമ്മൾ 10th വരെ പഠിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും ഇവിടെ വരുന്നത്. ഇനി ഈ ഓരോ ടോപ്പിക്കിനെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ അകത്ത് തന്നെ ആ ഒരു PDF-ൻ്റെ അകത്ത് തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് സിലബസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഡീറ്റെയിൽഡ് സിലബസിനെ ഒരു ഡീറ്റെയിൽഡ് പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അത് വെച്ച് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ആണെങ്കിൽ അവർക്ക് അത് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, ഈ വർഷം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു വലിയ പാരഗ്രാഫിനെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ടോപ്പിക്കിൽ ലിസ്റ്റാക്കി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിനകത്ത് നിങ്ങൾക്കിപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് റീസണിങ്ങിൻ്റെ ആ ഒരു ഏരിയ ആണ് നോക്കുന്നത്. ഇനി CGL എക്സാമിലേക്ക് വരുമ്പം നമുക്കവിടെ വരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊത്തം 100 ക്വസ്റ്റ്യനിൽ ഈ ഒരു റീസണിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 25 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. 25 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, നമുക്ക് 2 മാർക്ക് വെച്ചാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും, നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ഏരിയാസിലും, ലൈക്ക് ഓരോ നമുക്ക് സബ്ജക്റ്റിലും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, 25 ക്വസ്റ്റ്യൻ വെച്ചാണ് ഓരോ സെക്ഷനിലും Tier 1 ചോദിക്കുന്നത്. ആൻഡ് നമുക്ക് 50 മാർക്ക് വെച്ചാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് മൊത്തം 50 മാർക്ക് വെച്ചാണ് ഓരോ സെക്ഷൻസിൽ നിന്നും നമുക്ക് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽഡ് ചാപ്റ്റർ വൈസ് ഉള്ള സിലബസ് എന്ന് പറയുന്നത്. ഇവൻ നമ്മുടെ ആ ഒരു തന്നിരിക്കുന്ന പാരഗ്രാഫിനെ തന്നെ സോർട്ട് ചെയ്ത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഒരേപോലത്തെ ടോപ്പിക്കിനെ, എന്നാൽ അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്നും മിസ്സാവാതെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ആ ഒരു സിലബസ് വെച്ചേക്കുന്നത്. നമുക്ക് റീസണിങ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് വെർബലും നോൺ വെർബലും ആയിട്ടുള്ള റീസണിങ്സ് ആണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ആ വെർബലും നോൺ വെർബലും ആയിട്ടുള്ള റീസണിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കവിടെ അനലോഗി വരുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് അനലോഗീസ് വരുന്നുണ്ട്. ഫിഗർ ആയാലും ശരി, നമ്പർ ആയാലും ശരി, സിമ്പിൾസ് ആയാലും ശരി, അങ്ങനെ പല ടൈപ്പ് ഓഫ് അനലോഗി വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും അതേപോലെ ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഇതേപോലെ വരുന്നുണ്ട്. അതുപോലെ സിമ്പിൾ വെച്ചുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഓറിയൻറ്റേഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിഗർ, നിങ്ങൾക്കറിയാം നമ്മുടെ SSC എക്സാംസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫിഗർ ബേസ് ചെയ്തുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഗർ ബേസ് ആയാലും നമ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് വെൻ ഡയഗ്രാം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സിലോജിസം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യനാണ് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. സിലോജിസത്തിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻസിന് തന്നെയാണ് വെൻ ഡയഗ്രാം എന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗർ റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് പഞ്ച്ഡ് ഹോൾ, അതുപോലെ
പാറ്റേൺ ഫോൾഡിങ്, പേപ്പർ കട്ടിങ്, അൺഫോൾഡിങ്, അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ഫിഗേഴ്സിൻ്റെ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, അങ്ങനെയൊക്കെയുള്ള എംബഡ് ഫിഗേഴ്സ്. ഒരു ഫിഗറിൻ്റെ അകത്ത് തന്നെ ഒരു ഡിഫറെൻറ്റ് ഓപ്ഷൻസിനകത്ത് ഒരു ഫിഗറിനെ നമുക്ക് എംബഡഡ് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് ഈ റീസണിങ്ങിൻ്റെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ചോദിക്കുന്നത്. ഇത് കൂടാതെ പിന്നെ നമുക്ക് ക്രിട്ടിക്കൽ റീസണിങ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്സ് ഉണ്ട്, പിന്നെ സോഷ്യൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, പിന്നെ വേർഡ് ഫോമിംഗ്, കോഡിംഗ്, ഡീകോഡിംഗ്, പിന്നെ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും സബ് ടോപ്പിക്സ് ആയിട്ടുള്ള വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റീസണിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് യൂസ് ചെയ്തുകൊണ്ട് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഏതൊക്കെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഈ ബാക്കിയുള്ളത്. ഈവൻ ഓരോ ചാപ്റ്ററിൻ്റെ അകത്തും നമുക്ക് ഓരോരോ ടൈപ്പുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലപോലെ കവർ ചെയ്ത് പോകാൻ പറ്റും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ റീസണിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്, ആ ഒരു പാരഗ്രാഫ് നോക്കി മനസ്സിലാക്കുന്നതിന് പകരം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റഡ് ഫോം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ഒരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കോൺസ് എന്നൊക്കെ പറയുന്ന ഏരിയ, അല്ലെങ്കിൽ ഒരുപാട് ഒരു മാത്സ് എന്നൊക്കെ പറയുന്ന ഏരിയ. എഗെയിൻ ഇവിടെയും നമുക്ക് ചോദിക്കുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, നേരത്തെ പറഞ്ഞ അതേ സെയിം കൗണ്ട് തന്നെയാണ്. 25 ക്വസ്റ്റ്യൻ, 50 മാർക്കാണ് നമുക്ക് ഇവിടുന്ന് ചോദിക്കുന്നത്. ഇനി നമ്മുടെ Tier 2ലേക്ക് പോകുമ്പോഴും നമുക്ക് പറയാൻ പറ്റും ഇവിടുന്ന് ഒരു 30 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആൻഡ് ഓരോ ക്വസ്റ്റ്യൻ 3 മാർക്സ് വെച്ചൊക്കെയാണ് നമുക്ക് അവിടെയും ഈ പറയുന്ന പോലെ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ പ്രോപ്പർ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, അതിൽ നമ്മുടെ മാത്സിൻ്റെ ഒരു കംപ്ലീറ്റ് വലിയൊരു പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ എടുത്ത് പറഞ്ഞിട്ടുമില്ല. എന്നാൽ ചില കാര്യങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്ക്വയറും ക്യൂബും അടക്കം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ടൈം ആൻഡ് വർക്കിൻ്റെ തന്നെ കൂടെ വരുന്ന പൈപ്സ് ആൻഡ് സിസ്റ്റം എന്നുള്ള ടോപ്പിക്സോ അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ കൂടെ വരുന്ന ട്രെയിനോ ബോട്ടൊന്നും അവിടെ എടുത്ത് പറഞ്ഞിട്ടുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ചാപ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ ലൈക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഉണ്ട്, നമ്പർ സിസ്റ്റം ഉണ്ട്, സെറ്റ്സ് ആൻഡ് ഇൻഡിസസ് ഉണ്ട്, ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, പാർട്ട്ണർഷിപ്പ്, ഏജസ്, മിസ്റ്റർ അലിഗേഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിനെ അവിടെ സിലബസിൽ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ടൈം ആൻഡ് വർക്ക് ഉണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും എന്തുണ്ടായിരിക്കും, പൈപ്സ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്, അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും, ട്രെയിനും വരും, ബോട്ട്സും വരും. പിന്നെ നമുക്കവിടെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്. ഇതെല്ലാം കൂടാതെ നമ്മുടെ അവിടെ പോളിഗൺ ബേസ്ഡ് ഗ്രാഫ് ബേസ്ഡ് എന്നുള്ള രീതിയിൽ കൊടുത്തേക്കുന്നതിനെയാണ് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മുടെ അരിത്തമാറ്റിക് ടോപ്പിക്സ് ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഇത്രയും നമ്മുടെ ഒരു അരിത്തമാറ്റിക് ടോപ്പിക്സ് ആണ്. ഇതിന് ശേഷം നമുക്ക് പിന്നെ വരുന്നതാണ് നമ്മുടെ അഡ്വാൻസ് മാത്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അഡ്വാൻസ് മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾജിബ്ര ഉണ്ട്, ട്രിഗ്നോമെട്രി ഉണ്ട്, മെൻസുറേഷൻ ഉണ്ട്, ജോമെട്രി ഉണ്ട്. ഇനി ഇതിലും നമ്മുടെ ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്തും വരുന്നുണ്ട്, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചുള്ള ആ ഒരു ടോപ്പിക്കും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോമെട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കോർഡിനേറ്റ് ജോമെട്രി, ഓക്കെ, അതും നമുക്ക് അവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലൊന്നും ചോദിക്കാറില്ല, ചില റയർ ഷിഫ്റ്റുകളാണ് ചോദിക്കുന്നത്. ആൻഡ് ഈ ടോപ്പിക്സ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എടുത്ത് എഴുതാറില്ല. പക്ഷേ അറിഞ്ഞിരിക്കുക നിങ്ങൾ ട്രിഗ്നോമെട്രിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസും ഉണ്ട്, ജോമെട്രിൻ്റെ അകത്ത് നമുക്ക് കോർഡിനേറ്റ് ജോമെട്രിയുടെ ടോപ്പിക്കും ഉണ്ട്. അപ്പോൾ ഈ ഏകദേശം നിങ്ങൾ ഈ കാണുന്ന ഒരു 22 ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മളെല്ലാവരും 10th ക്ലാസ് വരെ പഠിച്ചുള്ള ടോപ്പിക്സ് ആണ് ഇതെല്ലാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് ആണ് നമുക്ക് അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത്. എഗെയിൻ 25 ക്വസ്റ്റ്യൻസ് 50 മാർക്സിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാത്സിൻ്റെ ഏരിയ. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് മാത്സ്, നിങ്ങൾക്കറിയാം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകേണ്ട ഏരിയ ആണ്, അടുത്ത ഒരു ഏരിയ ആണ് നമ്മുടെ ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന ഏരിയ. അപ്പോൾ എഗെയിൻ അവിടെ നമുക്ക് വരുന്ന ടോപ്പിക്സിനെയൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പോട്ട് ദി എറർ സ്പോട്ട് ചെയ്യാനുള്ള ക്വസ്റ്റൻസ്, അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിന്നെ സിനോണിംസ്, അതുപോലെ ഹൊമോണിംസ്, അതുപോലെ ആന്റോണിംസ് നമുക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ സ്പെല്ലിങ്, അതുപോലെ എന്തെങ്കിലും എറർ ഡിറ്റക്ഷൻ പോലത്തെ എന്തെങ്കിലും മിസ്പെൽറ്റ് ആയിട്ടുള്ള വേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഇംപ്രൂവ്മെന്റ് ഓഫ് സെന്റൻസിനെ ഇംപ്രൂവ്മെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആക്റ്റീവ് പാസീവ് വോയിസിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻസ്, നമുക്ക് പിന്നെ സെന്റൻസിനെ ഷഫിൾ ചെയ്ത് തരുന്നത്, അതുപോലെ തന്നെ പാസേജിനെയൊക്കെ നമുക്ക് ഷഫിൾ ചെയ്തൊക്കെ തരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ്, അതുപോലെ ക്ലോസ് പാസേജും നമ്മൾ പണ്ട് സ്കൂളിലോട്ട് ചെയ്യുന്ന കോംപ്രഹെൻഷൻ അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ. ഇത്രയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക്സ്. ആയി നിങ്ങൾ കാണാൻ പറ്റും. എല്ലാം തന്നെ നമ്മളൊരു 10th ക്ലാസ് വരെയും നമ്മൾ പഠിച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ്. പിന്നെ ഇതിലെ പല ടോപ്പിക്സും നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ള ഒരുപാട് കവർ ചെയ്യാൻ കാണും. ലൈക്ക് നമുക്കിപ്പം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, മീഡിയംസ് ആൻഡ് ഫ്രേസസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഏരിയാസ് ഒക്കെ തന്നെ നമ്മൾ അത്യാവശ്യം നമ്മുടെ ആ ഒരു വൊക്കാബ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു ലോങ് ടേം നമ്മളത് പഠിക്കുകയും അത് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അതെല്ലാം ഓർത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന ആ ഒരു സിലബസ് ഏരിയ കംപ്ലീറ്റ്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോം. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഗ്രാമർ ഏരിയ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യുക.
ആ ഗ്രാമർ ഏരിയ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ സിലബസിൻ്റെ അത് ഗ്രാമർ എന്ന് പറയുന്നില്ലെങ്കിലും നമുക്ക് ഈ ഒരു ടോപ്പിക്സിൻ്റെ ഒക്കെ തന്നെ ബേസ് എന്ത് തന്നെയാണ്, ഗ്രാമർ തന്നെയാണ് ബേസ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തന്നെ ഗ്രാമറും അതുപോലെ തന്നെ വൊക്കാബും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് ചോദിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ 2 ഏരിയ ആണ് നമുക്ക് ചോദിക്കുന്നത്. ഈ ഏരിയാസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചാപ്റ്റേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങളുടെ 10 to 15 ഡേയ്സിൽ എന്ത് ചെയ്യുക, ഗ്രാമർ ആദ്യം നല്ലപോലെ ഒരു ബുക്ക് വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് പോകുക. അപ്പോൾ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് തന്നെ ആ ടോപ്പിക്സ് പഠിക്കാനും ആ റൂൾസ് പഠിക്കാനും ഏത് റൂൾ യൂസ് ചെയ്താണ് ആ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി നമ്മുടെ 4ാമത്തെ സബ്ജക്റ്റ് അല്ലെങ്കിൽ 4ാമത്തെ ഏരിയ നമ്മുടെ ജനറൽ അവയർനെസ്. അപ്പോൾ ഈ ജനറൽ അവയർനെസ്സിനാണ് ഒരു പ്രോപ്പർ സിലബസ് ഇല്ലാത്ത എന്ന് വേണമെങ്കിൽ പറയാം. ഈവൻ നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ പോലും കൊടുത്തിരിക്കുന്ന ഒരു പാരഗ്രാഫ് നിങ്ങൾ കാണാൻ പറ്റില്ല. അതിൻ്റെ ഒരു സിലബസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു പാരഗ്രാഫ് നിങ്ങൾ കാണാൻ പറ്റും. അവിടെ പ്രോപ്പർ ടോപ്പിക്കിൻ്റെ ഹെഡിങ്ങോ പേരോ പറയുന്നില്ല. എന്താണ് പറഞ്ഞേക്കുന്നത്, നമ്മുടെ നോട്ടിഫിക്കേഷൻ അത് പറഞ്ഞേക്കുന്ന ലൈൻസ് ആണിത്. ക്വസ്റ്റ്യൻസ് ആർ ഡിസൈൻ ടു ടെസ്റ്റ് ദി candidates general awareness of the environment around him and its application to society. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. ക്ലിയർലി കറണ്ട് അഫെയർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയാസും ആയിരിക്കും ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്കവിടെ പറയുന്നത് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ ഡിസൈൻ ടു ടെസ്റ്റ് നോളജ് ഓഫ് കറണ്ട് ഇവൻറ്റ്സ്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ കറണ്ട് അഫെയർസ് ആൻഡ് ഓഫ് സച്ച് മാറ്റേഴ്സ് ഓഫ് എവറി ഡേ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ദർ സയൻറ്റിഫിക് ആസ്പെക്ട് ആസ് മെനി ആസ് എക്സ്പെക്റ്റഡ് ഓഫ് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അതിപ്പോൾ നാഷണൽ ആയിക്കോട്ടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ കറണ്ട് ഈവൻറ്റ്സ് ആയിക്കോട്ടെ, സോ ആ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റനും അറ്റ് ദ സെയിം ടൈം അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിക് ക്വസ്റ്റൻസ് നമുക്ക് അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കറണ്ട് അഫയർ പഠിക്കുമ്പോഴും അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റാറ്റിക് ഉള്ള ഒരു ഏരിയാസ്, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നാഷണൽ പാർക്ക് പഠിക്കുകയാണെങ്കിൽ ആ നാഷണൽ പാർക്കിൻ്റെ നിങ്ങൾ കാണാൻ ആ ഒരു നാഷണൽ പാർക്കിനെ റിലേറ്റ് ചെയ്യുന്ന ന്യൂസ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ആ നാഷണൽ പാർക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് അത് ഏത് സ്റ്റേറ്റിലാണ്, ആ ഒരു നാഷണൽ പാർക്കിൽ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ നോക്കി പോകണം. പിന്നെ നമുക്ക് അഗെയിൻ നമുക്കവിടെ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് നെയ്ബറിങ് കൺട്രീസ്, അതുപോലെ എസ്പെഷ്യലി ഹിസ്റ്ററി, പിന്നെ കൾച്ചർ, ജോഗ്രഫി, അങ്ങനെ ഒരു ജനറൽ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഏരിയാസിനെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ, ലൈക്ക് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രോപ്പർലി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ സയൻസ് ഏരിയ, സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്കവിടെ ഫിസിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രി വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ആൻഡ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇത് ഇത്രയും നമുക്കവിടെ വരുന്നുണ്ട് സയൻസിൻ്റെ ഒരു ഏരിയയിൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് പൊളിറ്റി ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരുപാട് ചേഞ്ചസ് കൂടി സംഭവിക്കുന്നൊരു ടൈമാണ് നമ്മുടെ ഈ പൊളിറ്റി ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഇതിൽ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നല്ലപോലെ, ലൈക്ക് കറണ്ട് അഫയേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിക് ഏരിയസ് നിങ്ങൾ നല്ലപോലെ നോക്കി നോക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി സ്റ്റാറ്റിക് ആയിട്ട് വരുന്ന കുറച്ച് ഏരിയാസാണ് നിങ്ങൾക്കറിയാം, ഹിസ്റ്ററി, അതുപോലെ തന്നെ ആർട്സ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ആർട്സ് ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ ജോഗ്രഫി. സോ ഇങ്ങനെയുള്ള ഏരിയാസ് കുറച്ചുകൂടി എന്താണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ആ ഏരിയാസ് നമ്മൾ നല്ലപോലെ നോക്കുക. ഇത് കൂടാതെ പിന്നെ നമ്മൾ നോക്കേണ്ടതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്തായാലും നോക്കണം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചോദിക്കാറുണ്ട് എത്ര മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കണമെന്ന്. നിങ്ങൾ എക്സാമിന് മുമ്പുള്ള 6 months എന്തായാലും നല്ലപോലെ നോക്കണം. ഓക്കെ, ഇപ്പോൾ എക്സാം നമ്മുടെ ഒക്ടോബറിലാണ് നടക്കാൻ പോകുന്നെങ്കിൽ അതിന് മുമ്പുള്ള 6 months എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏപ്രിൽ തൊട്ട് നമ്മുടെ ഈ ഒരു സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നല്ലപോലെ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ഏപ്രിൽ തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കി തുടങ്ങാം. ആൻഡ് വൺസ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. അതിൻ്റെ ബാക്കിലോട്ടുള്ള ഒരു 6 മാസം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റഫായിട്ട് അതിൻ്റെ ഹെഡ്ലൈൻസ് എങ്കിലും നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. ഇത് കൂടാതെ ലാസ്റ്റ് 3 years നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും സ്പോർട്സിൽ ജയിച്ചിട്ടുള്ളവരോ അങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 yearsൻ്റെ കാര്യങ്ങൾ കൂടി നിങ്ങൾ അഡീഷണൽ നോക്കിയിട്ട് പോവാം. ഇത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും മിസ്സായിട്ടുള്ള മിസ്ലീനിയസ് ആയിട്ടുള്ളതോ സ്റ്റാറ്റിക് ആയിട്ടുള്ളത്, ഇപ്പോൾ എയർപോർട്ട്സ് ആയാലും ശരി, റിവേഴ്സ് ആയാലും ശരി, അങ്ങനെ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റാറ്റിക് ഏരിയാസ് ഉണ്ടെങ്കിൽ അതും കവർ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജനറൽ അവയർസിൻ്റെ അകത്ത് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്. ബിക്കോസ് നമ്മുടെ ഈ പറയുന്ന ഇവിടാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു കൈൻഡ് ഓഫ് മാർക്കും റാങ്ക് ഒക്കെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഈ ഒരു ഏരിയയിൽ ചിലർ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ, ചിലർ ഒരുപാട് നെഗറ്റീവ്
കൊണ്ടുവരുന്ന ഒരു ഏരിയ എന്ന് ഞാൻ ഒരുപാട് പേർക്ക് ഒരുപാട് തെറ്റുന്ന കറക്കി കുത്തുന്ന ഒരു ഏരിയ കൂടിയാണിത്. സോ ഈ ഒരു ഏരിയ നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ റാങ്ക് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതിപ്പോൾ Tier 1 മാത്രമല്ല Tier 2 വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെ സ്കോർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല നല്ല പോസ്റ്റിലേക്ക് എത്താൻ കൂടി നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഏരിയ നേരത്തെ തൊട്ടേ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പോസിബിൾ നിങ്ങൾ ഡെയിലി ഒരു 2 മണിക്കൂർ വെച്ചെങ്കിലും നിങ്ങളിത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അടുത്ത ഡിസംബർ വരെ അടുത്ത ഡിസംബറിൽ നിങ്ങളുടെ Tier 2 നടക്കുന്ന വരെയും ഡെയിലി ഒരു 2 hours വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു ഇത് കണ്ടിന്യൂസ്ലി കൊണ്ടുപോവുക. ആൻഡ് ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലാതെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും നിങ്ങൾ ഡെയിലി കൊണ്ടുപോകണം. അതുകൂടാതെ ചെറിയ ചെറിയ ക്വിസുകളും ഡെയിലി ചെയ്ത് നോക്കണം. അതുവഴി നിങ്ങൾക്ക് ഇതൊരു ലോങ് ടേമിൽ വളരെ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു SSC CGL പോലത്തെ എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടുത്തെ സിലബസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സിലബസ് എടുത്ത് നമ്മൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം CGL മാത്രമല്ല വരാൻ പോകുന്ന MTSൻ്റെ എക്സാമിൽ നിങ്ങളെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കൂടാതെ വേറെ നടക്കുന്ന ഒരുപാട് എക്സാംസ് ആണ്. നിങ്ങൾക്കറിയാം നമ്മുടെ GD ആയിക്കോട്ടെ, സെലക്ഷൻ പോസ്റ്റ് ആയിക്കോട്ടെ, CP ആയിക്കോട്ടെ. സോ ഇനി വരാനിരിക്കുന്നത് അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു എക്സാം വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്കറിയാം NTPCയുടെ എക്സാം. അപ്പോൾ ഈ NTPC ആയിക്കോട്ടെ ഇതിനെല്ലാം തന്നെ NTPCക്കും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയയാണ് ഈ GKയുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയാസിലൊക്കെ തന്നെ എക്സാംസ് വരുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ മാത്രമല്ല ആ എക്സാംസിൽ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി റെയിൽവേ എക്സാംസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്കൊരു ക്ലിയർ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടി നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി, CGLൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുമ്പിലോട്ട് കൊണ്ടുപോകുക. ഇത് കൂടാതെ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ അവർക്ക് വേണ്ടി എൻട്രിയും നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടി ഒരു പുതിയ ബാച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. SSC CGLൻ്റെ മിഷൻ CGL 2024-2025 എന്ന് പറയുന്ന ബാച്ച്. അപ്പോൾ ഇതിൽ നമ്മുടെ CGLന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം CGLന് ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. 17,727 വേക്കൻസീസ് ഉള്ളത്. ആൻഡ് ഇതിൻ്റെ ഒരു സാലറി പാക്കേജ് നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് ഒരു 80,000 അല്ലെങ്കിൽ 1 lakh അടുപ്പിച്ചുള്ള ഒരു സാലറിത്തോളം കിട്ടുന്ന ഒരു പോസ്റ്റുകളാണ്. വളരെ നല്ല പോസ്റ്റുകളാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ആൻഡ് ഏതൊരു ഗ്രാജുവേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു ബാച്ച്. പുതുതായിട്ട് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇത് CGLൻ്റെ സ്പെഷ്യൽ ബാച്ചാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഗോൾഡ് ബാച്ച് എന്ന് നമ്മളിതിനെ പറയും. ഈ ഒരു ബാച്ചിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും, റെക്കോർഡ് ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്കിപ്പോൾ 30 ഡേയ്സിൻ്റെ ഒരു ബാച്ച് ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലാൻ ആണെങ്കിൽ അതിന് ഡെയിലി 30 ഡേയ്സിലേക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ഓരോ ദിവസം എന്ത് ക്ലാസ്സാണ് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിൻ്റെ വീഡിയോസ് ഓൾറെഡി നിങ്ങളുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾ ആ ക്ലാസ്സസ് കാണുക. അതുപോലെ തന്നെ വീക്ക്ലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും കാണും. 3 to 4 ലൈവ് ക്ലാസ്സസ് കാണും. അപ്പോൾ അതിൽ നിങ്ങൾ പഠിച്ച ക്ലാസ്സസിൻ്റെ തന്നെ അഡ്വാൻസ് ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ആയിരിക്കും അവിടെ ക്ലിയർ ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് അവിടെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഡെയിലി നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ പഠിക്കുന്ന ആ ടോപ്പിക് റിലേറ്റ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെയും സപ്പോർട്ട് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഫെർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും കിട്ടും. പിന്നെ കുറച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8714764666 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ. ഓക്കെ, നിങ്ങൾക്ക് നമ്പർ ഇവിടെയും കാണാൻ പറ്റും. 8714764666 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. എത്രയും വേഗം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഒട്ടും തന്നെ ഇനി ലേറ്റ് ആക്കല്ലേ. ബിക്കോസ് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി അടുത്ത വർഷം വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാം CGLൻ്റെ യൂഷ്വൽ വേക്കൻസി എന്ന് പറയുന്നത് 6,000 7,000. നമുക്ക് ഇതിന് മുമ്പ് ഒരു ഹ്യൂജ് വേക്കൻസിയെ കഴിഞ്ഞ 8 വർഷത്തിൻ്റെ ഇടയ്ക്ക് വിളിച്ചിട്ടുള്ള എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 അതിനുശേഷം ഒരു സെക്കൻഡ് ഹയസ്റ്റ് വിളിച്ചിരിക്കുന്നത് ഇപ്പോഴാണ്. ഇനി അടുത്ത വർഷമോ അടുത്ത 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഹ്യൂജ് വേക്കൻസി വരത്തില്ല. സോ ഈ ഒരു കിട്ടിയ ഓപ്പർച്യൂണിറ്റി എനിക്ക് അത് ഒരിക്കലും മിസ് ചെയ്യല്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി അടുത്ത 2 വർഷം 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. സോ ഏറ്റവും നല്ലപോലെ യൂസ് ചെയ്യുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി. നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് വരായിരിക്കുന്ന എക്സാംസിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഇനി വരുന്ന സെഷൻസിൽ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.